ഹായ്, എൻ്റെ പേര് ശിശിര. ഞാൻ ഇപ്പോൾ നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുകയാണ് ആലുവയിൽ. ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ 2012 ബിടെക് കഴിഞ്ഞ് ഇറങ്ങിയ വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എൻ്റെ സ്വദേശം വയനാടാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് PSC കോച്ചിങ്ങിന് വേണ്ടി ഒത്തിരി അന്വേഷിച്ചെങ്കിലും എനിക്ക് എവിടെ അങ്ങനെ ഒരു അറിവ് കിട്ടിയില്ല. എവിടെ പോകണം എന്നുള്ളൊരു കോച്ചിങ് സെൻ്ററുകളെ കുറിച്ച് വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ ആണെങ്കിലും ഗൈഡ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം വരുമ്പോൾ കിട്ടുന്ന ബുക്സൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്സ് മേടിക്കുമായിരുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ് യൂട്യൂബ്സിലൊക്കെ ക്ലാസ്സുകളൊക്കെ കേട്ടൊക്കെ പോയി അറ്റൻഡ് ചെയ്യലായിരുന്നു പരീക്ഷ. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പഠിച്ചിറങ്ങിയപ്പോൾ ഇപ്പം തന്നെ ജോലി പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടിലാണ്ട് തന്നെ PSC ജോലി എഴുതിയെടുക്കാമെന്നൊരു മൈൻഡായിരുന്നു. പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ മനസ്സിലായി അത്ര എളുപ്പമല്ല എന്നും പഠിക്കാണ്ട് പോയിട്ട് കാര്യമില്ല എന്നും മനസ്സിലായി. പിന്നെ ഞാൻ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ തൊട്ട് തന്നെ വർക്ക് ചെയ്തെന്നെല്ലാം ഗവൺമെൻറ് സെക്ടറിൽ തന്നെ കോൺട്രാക്ട് ബേസിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം സാലറി സ്കെയിലുകളുണ്ട്. പ്രൈവറ്റ് ജോബിൻ്റെ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത കാരണം തന്നെ PSC ജോലി അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്നുമില്ല. അങ്ങനെ അത് പിന്നീട് അതിൻ്റെ ഒരു റീതിങ്ക് ചെയ്യാൻ പറ്റിയത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി കുറേ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് PWD ഒരു പാരലൽ ഏജൻസി പോലെയുള്ളടത്ത് വർക്ക് ചെയ്യുന്നപ്പോഴാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഹോളിമാതയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയൊരു മാഡം ഉണ്ടായിരുന്നു, ആയിട്ട് ഷാരോൺ മാഡം. അപ്പോൾ മാഡമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ PSCക്ക് ഇങ്ങനെ ഷിൻഡോ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ അതിന് മുമ്പാണെങ്കിലും തൊട്ട് മുമ്പ് നടന്ന ഒരു 19 നടന്ന PWD ഇറിഗേഷൻ അതുപോലെ തന്നെ ഹാർബറിലേക്കൊക്കെ വിളിച്ച് 3rd ഗ്രേഡ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ യൂട്യൂബ് കേട്ടിട്ടൊക്കെ പോയി എഴുതിയൊരിനകത്ത് എനിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റി. ലിസ്റ്റ് കയറിയില്ലെങ്കിലും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് സാറിനെ വിളിച്ചു. ഷിൻഡോ സാറിനെ വിളിച്ചപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ മെയ്യിൽ നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പം ആണ് കോവിഡ് വന്ന് ലോക്ക്ഡൗണൊക്കെ ആയത്. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ സാറിനെ വിളിച്ചു. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാർ എന്നാൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്ത് ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ലൈവായിട്ട് തന്നെ കേട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കി. നോട്ടുകളൊക്കെ ബാക്ക് നോട്ടുകളൊക്കെ എഴുതിയെടുക്കാൻ ശ്രമിച്ചു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു സാർ അന്നേരം. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമായിരുന്നു. അത് പ്രിൻ്റ് എടുത്തൊക്കെ വായിച്ച് പഠിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതിനിടയ്ക്ക് സാറിങ്ങനെ കമ്പൈൻ സ്റ്റഡീനെ കുറിച്ച് ഒത്തിരി തവണ പറഞ്ഞു, അതിൻ്റെ ഒരു എഫക്റ്റിനെ കുറിച്ച്. അപ്പോൾ എന്നാലൊന്ന് തുടങ്ങിയാലോ എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തി. കമ്പൈൻ സ്റ്റഡി ചെയ്താൽ നന്നായിരിക്കുന്നൊരു മൈൻഡിലേക്ക് എത്തി, ശ്രമിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അന്നേരം ഉണ്ടായിരുന്ന സ്റ്റഡി ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ചെയ്തു കമ്പൈൻ സ്റ്റഡിക്ക് വില്ലിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊരു 10ഓളം പേര് ബിടെക്കാർ തന്നെ ആയിരുന്നു. ഒരു ഗ്രൂപ്പ് തുടങ്ങി. എല്ലാവരും തന്നെ വർക്കിംഗ് ആയിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേനും എല്ലാവർക്കും അവധി കിട്ടി. സൈറ്റില്ലാത്ത അങ്ങനെ ഇതായപ്പോഴത്തേനാണ് എല്ലാവർക്കും പഠിക്കാനൊരു സാഹചര്യം കിട്ടിയത്. അങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. നോട്ടുകളെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരാൾ ഇരുന്ന് പറഞ്ഞു വെച്ചാൽ ഗൂഗിൾ മീറ്റ് വഴി മീറ്റിങ്ങുകൾ പോലെ വിളിച്ച് ഒരാൾ പറഞ്ഞു തരും, ബാക്കിയുള്ളവർ കേട്ടിരിക്കും. ഡൗട്ടുള്ളത് അന്നേരം ക്ലിയർ ചെയ്ത് പോവും. അഡീഷണൽ പോയിൻറ്റ്സ് ഉള്ളത് ആഡ് ഓൺ ചെയ്ത് പഠിച്ച് അതിന് ഓരോ ടോപ്പിക്ക് കഴിഞ്ഞാലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാലും സാറ് നമുക്ക് തന്ന മെറ്റീരിയൽസിനൊന്നും പറയാനില്ല, അത്രയും അസറ്റായിരുന്നു നമുക്കത്. അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് തന്നെ ശരിക്കും പറഞ്ഞാൽ ബേസിക് സബ്ജക്ട്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാപ്പാടം പഠിക്കുന്ന ഒരു അവസ്ഥ തന്നെ ആയിരുന്നു എന്ന് പറയാം. അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചായിരുന്നു. ഇപ്പം നമ്മൾ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും തന്നെ അമ്മമാരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ സമയം വെച്ചാൽ നമുക്ക് ഈവൻ വർക്കിന് പോകുന്നില്ല, ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞാലും പഠിക്കാനിരിക്കാൻ പറ്റുന്ന സമയത്തിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ഗൂഗിൾ മീറ്റ് വയ്ക്കും. ഫ്രീ ആയിട്ടിരിക്കുന്ന ആളാരാണ് അവർ ക്ലാസ് വായിച്ച് പറഞ്ഞു തരും. എല്ലാവരും ബുക്കും വെച്ചിരിക്കണം എന്നില്ല. അടുക്കളയിൽ പണിക്കിടയ്ക്കാണെങ്കിലും ഹെഡ്സെറ്റൊക്കെ വെച്ച് ക്ലാസ് കേട്ടൊക്കെയാണ് അറ്റൻഡ് ചെയ്തത്. ആ ടൈം എന്ന് പറയുകയാണെങ്കിലും ഉറക്കമൊഴിഞ്ഞ് തന്നെ പഠിക്കുമായിരുന്നു. രാവിലെ നമ്മളിപ്പോൾ രാവിലെ 10 മണിയോടെ പൊതുക്കി കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നിടം വരെ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇരുന്ന് ഒരു 4:30 വരെയൊക്കെ ഇരിക്കും. അത് പിന്നെ ഒരു 7 മണി തൊട്ട് ഒരു 10 മണി വരെ, 10 അല്ല ഒരു 9:30 വരെ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു 10 മണിയാകുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ടൈം നമുക്ക്
നമ്മൾ ഇരിക്കുന്നവരുടെ മൂഡ് പോലെ അങ്ങ് പോകും. ചിലപ്പോൾ 2 മണി വരെ ഒക്കെ ഇരുന്ന ദിവസങ്ങളുണ്ട്. ആ 2 മണിക്ക് ഇരുന്നാലും പിന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് വീണ്ടും പഠിക്കാൻ എണീറ്റ് ഒരു 7 മണി വരെ പഠിച്ച് പിന്നെ നമ്മൾ വീട്ടുകാര്യങ്ങൾക്കായിട്ട് പോകും. അങ്ങനെയായിരുന്നു. അത്രയും നല്ലവണ്ണം ഉറക്കം ഒഴിഞ്ഞ് നല്ലവണ്ണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും സാറ് ആഴ്ചകളിൽ മീറ്റിംഗ് കൂടി ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സുകൾ പറയായിരുന്നു. സാറിൻ്റെ എക്സ്പീരിയൻസും സമയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അത് പറയുമ്പോൾ അതിന് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് സാറ് ഭയങ്കര ഒരു മെൻ്റൽ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ബേസിക് സബ്ജക്റ്റുകളൊക്കെ തീർത്ത് നന്നായിട്ട് റിവിഷൻ ചെയ്തിരുന്നു. കമ്പൈൻ സ്റ്റഡി ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഉപയോഗപ്പെടുത്തി. ക്ലാസ്സും കേൾക്കുന്നുണ്ട്, അതിന് തന്നെ കമ്പൈൻ സ്റ്റഡിയും കൂടെ ആയിട്ട് നല്ലപോലെ ഉപയോഗപ്പെടുത്തിയായിരുന്നു ആ ടൈമിൽ. അങ്ങനെയാണ് മാറ്റി വെച്ച എക്സാമുകൾ വന്ന് എഴുതുന്നത്. അപ്പോൾ ആ ലിസ്റ്റിൽ എനിക്ക് കയറാൻ പറ്റി. PW ഇറിഗേഷൻ ലിസ്റ്റിലാണെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ലിസ്റ്റിൽ 436 റാങ്ക്. LSCDയിലാണെങ്കിലും LSCD സെക്കൻഡ് ഗ്രേഡിൽ 429 പിന്നെ അതുകൂടാണ്ട് LSCD തേർഡ് ഗ്രേഡ് ലിസ്റ്റിലുണ്ടായിരുന്നു. LSCD ഫസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിലുണ്ട്. പിന്നെ അപ്പെക്സ് വോളണ്ടറി സൊസൈറ്റികൾ അങ്ങനെ ഡയറക്റ്റായിട്ട് AXCൻ്റെ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിലും കയറാൻ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണ്. ബാക്കി ഞാൻ ഓൺലൈനായിട്ട് ഇങ്ങനെ വേറൊരു 1-2 സ്ഥലങ്ങളോട് അന്വേഷിച്ചു. അപ്പം എല്ലാത്തിൽ നിന്ന് സാറിനെ വ്യത്യസ്തമാക്കുന്നത് എന്താ വെച്ചാൽ സാറിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഒരേ പഠിച്ചിട്ടൊന്നും പറ്റണില്ല, തീർന്നില്ല, നമ്മൾ ഡെസ്പായാലും അന്നേരം ഓർക്കും ദൈവം നമ്മുടെ ആരും അല്ലാത്തൊരു മനുഷ്യൻ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, രാവിലെ ഉറക്കമായി നമ്മുടെ ഒപ്പം ക്ലാസ് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് പിന്നോട്ട് പോകാൻ തോന്നില്ലായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലോക്ക്ഡൗൺ ടൈം കിട്ടിയത് പരമാവധി യൂട്ടിലൈസ് ചെയ്തെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഇത് പഠിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ആണെങ്കിലും എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതണമെന്നുണ്ട്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും ഇപ്പോൾ പോസ്റ്റിംഗ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേനും സാറിൻ്റെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് എഴുതിയെടുക്കാൻ പറ്റുന്നതിനാണ് എനിക്ക് വിശ്വാസം. കാരണം ഞാൻ സാറിനകത്ത് എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. സാറൊരാൾ ഉള്ളത് സാറിൻ്റെ ഒരു മോട്ടിവേഷനും സാറിൻ്റെ ഒരു പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടാക്കനിയാന്ന് കരുതിയ ഒരു PSC ജോബിലേക്ക് ഞാനിപ്പോൾ എത്തിയത്. അപ്പം അങ്ങനെ സാറിൻ്റെ ഒരു അനുഗ്രഹം കൂടെ എനിക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്താനുള്ള കറക്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ്. നമുക്ക് അത്രത്തോളം അസറ്റ് ക്ലാസ്സുകളാണെങ്കിലും നല്ല ക്ലാസ്സുകളായിരുന്നു. പിന്നെ നമ്മുടെ മെൻ്റൽ സപ്പോർട്ട്, നമ്മൾ ഡൗൺ ആവാൻ തോന്നുന്ന സാറത് ബൂസ്റ്റ് ചെയ്ത് തരുമായിരുന്നു. അതെങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ നമുക്കൊരു മൈൻഡായിരുന്നു, നല്ലൊരു ബാക്ക് സപ്പോർട്ടായിരുന്നു സാറെന്ന് പറയുന്നത്. പിന്നെ സാറ് നമുക്കത് മെറ്റീരിയൽസ് എത്രയോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു അസറ്റായിട്ടുണ്ട്. പിന്നെ റാങ്ക് ഫയൽ ഇറക്കിയത് അതൊന്നും ആരും ഇപ്പോൾ ഇറക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള എവിടെ പോയാലും അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാണ്ട് നമ്മൾ പഠിക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. ആ ഒരു ഇതാണ്. പക്ഷേ സാറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സാറിൻ്റെയും ഇനിയിപ്പോൾ നിങ്ങൾ ഫീസ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പഠിച്ചാൽ മതി എന്നൊരു പറയുന്ന ആൾക്കാർ കുറവെന്നല്ല, ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ സാറിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും തന്നെയാണ്. സാറുള്ളവൾ PSC കിട്ടി, ആ ഒരു മൈൻഡ് തന്നെയാണ്.